ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 5 തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, അത് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇത് നന്നായി കുഴച്ചിട്ട് നമുക്ക് പാലാക്കി എടുക്കാം. ഇത് നമ്മൾ കൈ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. കൈ നന്നായി ഇങ്ങനെ കുഴച്ച് ഇളം ചൂട് വെള്ളം ഒഴിക്കണത് എന്തിനാന്ന് വെച്ചാൽ പാല് നന്നായി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ പച്ചവെള്ളം ഒഴിക്കണേക്കാളും നല്ലതാണ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലെടുത്ത് പാലെടുത്തിട്ടെടുക്കാം. തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ തന്നെ അടിക്കണം എന്നില്ല. നമുക്ക് നല്ല തോർത്തിലോ അതോ കനുള്ള തുണിയിലോ പിഴിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഈ പാല് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ലേ, അത് പിറ്റേ ദിവസം എടുത്തിട്ടുള്ള ഇതാണ്. അപ്പോൾ പാലെടുത്തിട്ട് അതിൻ്റെ കട്ട കണ്ട മേലെന്ന കട്ട മാത്രമാക്കിയിട്ട് എടുക്കുക. അതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ കട്ട മാത്രം മതി. ഒഴിച്ചു കൊടുക്കുക. പിന്നെ 5 നാളികേരത്തിൻ്റെ തേങ്ങാപ്പാലാണ് പറഞ്ഞത്. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലതാണ് തേച്ച് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാ വെളിച്ചെണ്ണ കടയിൽ നിന്ന് മേടിക്കണ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലതാണ്. എന്താ വെളിച്ചെണ്ണ നന്നായി ഇങ്ങനെ ഊറി വരുന്നത് കാണാം. തിളച്ചിങ്ങനെ വരുമ്പോഴാണ് ഇതിങ്ങനെ മുരിഞ്ഞ് വരും. ഈ തേങ്ങാപ്പാലിൻ്റെ ഇതിങ്ങനെ മുരിഞ്ഞ് വന്നിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നമുക്കിങ്ങനെ ആക്കുമ്പോൾ. അല്ല, ഈ സൈഡിലൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയുടെ വെളിച്ചെണ്ണ ഇതായി വരൽ തുടങ്ങിയിട്ട് വെളിച്ചെണ്ണ അതാണ്ടോ മേലെ ഇങ്ങനെ വന്ന് വെക്കുന്നുണ്ടോ. നല്ല വെളിച്ചെണ്ണ മായി ചേർക്കാത്ത വെളിച്ചെണ്ണ എന്താണ് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുന്ന പറയുന്നത്. അത് കുറച്ചുകൂടി ആവാനുണ്ട്. ഇനി ഇതൊന്ന് മുരിഞ്ഞ് വരാനുണ്ട്. ഇത് ഒന്ന് മൊരിഞ്ഞ് വരണം. അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അത്രയും എണ്ണ ഇനി എണ്ണ കൊണ്ട് വരാനുണ്ട്. ഇതൊക്കെ മൊരിഞ്ഞ് കഴിഞ്ഞാലാണ് കറക്റ്റ് ഇതിൻ്റെ പാകം. അതേ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കാറായിട്ട് വേണ്ട. ഇതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ ഇതാണ് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. മൊരിഞ്ഞ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ മേലെ തേക്കാൻ പറ്റും. കുട്ടികളുടെ മേലൊക്കെ തേച്ച് കൊടുക്കാൻ പറ്റും. ഇച്ചിരി വലിയ കുട്ടികളാകുമ്പോൾ കാലുമ്മലും കയ്യുമ്മലൊക്കെ നമുക്ക് പറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും വെളിച്ചെണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.